ദേ പല്ലുകുത്തി മണപ്പിക്കാണെന്ന് ആരും പറയാൻ വരണ്ട. ഇന്ന് ഏറ്റവും കൂടുതൽ അതപ്പതിച്ചുകൊണ്ട് ജീവിക്കുന്നത് മുസ്ലിം വിഭാഗമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? ഇപ്പൊ രാവിലേക്ക് ആൾക്കാർ ഉറക്കത്തിന് എണീക്കുമ്പോൾ തന്നെ ചിന്തിക്കുന്ന എന്താ, ഇന്ന് അള്ളാഹിന് പൊരുത്തമില്ലാത്ത പരിശുദ്ധ ഇസ്ലാമിനെ പറയിപ്പിക്കാനായിട്ട് ഇന്ന് എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇതാണ് പലരുടെയും ചിന്തകൾ തന്നെ. നിങ്ങൾ വിചാരിക്കും ഇയാളെന്താ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നില്ലേ? ഒരു മകൾ പ്രായപൂർത്തിയായി, അതായത് വയസ്സറിയിച്ചു. ആ സമയത്ത് കുടുംബങ്ങൾ ചെയ്യുന്ന ആഘോഷമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമികപരമായി ഒരാൾ പ്രായപൂർത്തിയായാൽ മറ്റുള്ളവരെ അറിയിക്കലല്ല ഇസ്ലാമിന്റെ സംസ്കാരം. അത് നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളറയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഈ രൂപത്തിൽ സോഷ്യൽ മീഡിയയോടെ പ്രചരിപ്പിക്കുന്നത് തനിച്ച ഹറാമല്ലേ? എന്ത് സന്ദേശമാണ് ഇതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന് കൊടുക്കുന്നത്? നിങ്ങൾ ആ കുഞ്ഞിന്റെ സന്തോഷത്തിൽ മധുരം വിളമ്പിക്കോളൂ, നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഭക്ഷണം വിളമ്പിക്കോളൂ, അതൊന്നും പ്രോത്സാഹിപ്പിക്കേണ്ടതല്ലെങ്കിൽ പോലും. പക്ഷേ ഈ രൂപത്തിൽ അതിര് കടന്ന് ഇത്രമാത്രം വികൃതമായി ഇസ്ലാമിനെ ചിത്രീകരിക്കുന്നത് കൊണ്ട് എന്തു മനോസുഖമാണ് നമുക്കൊക്കെ ലഭിക്കുന്നത്? മനസ്സിലാകാത്തോണ്ട് ചോദിക്കാം. ഞാൻ ഇന്ന് കണ്ടൊരു വീഡിയോ പറയാം. പർദ്ദയും മുഖവും മറച്ചുകൊണ്ട് ഒരു സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോയ സഹോദരിമാരുടെ കഥ. ഞാൻ ചോദിക്കാം, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഈ വിഷയത്തിൽ വേദനയില്ലേ? അവർ ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ ഇത് പരസ്യപ്പെടുത്തിയിട്ട് പോലും അവർക്കൊന്നും യാതൊരു പ്രയാസവുമില്ലേ? ഇസ്ലാമിനെ ഇങ്ങനെ അവഹേളിക്കരുത്, ഇങ്ങനെ കളിയാക്കരുത്. പിന്നെ മറ്റൊരാൾ ഇസ്ലാമിക വിരുദ്ധമായ ഒരു പ്രവർത്തനം ചെയ്തപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്തു. അവരെന്നെ വിളിച്ചു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞെന്താ അറിയോ? ഉസ്താദെ, അത് ഹറാമാണെന്ന് ഞങ്ങൾക്കറിയാം, അത് ഞങ്ങളുടെ ചോയ്സാണ്. സഹോദര, നിങ്ങൾ വെല്ലുവിളിച്ചത് എന്നെ അല്ലടോ, പടച്ചവനെയാണോ? അത് ഹറാമാക്കിയത് റബ്ബാണ്. ആ റബ്ബിനോട് ഒരല്പമെങ്കിലും സ്നേഹം, ആ റബ്ബിനോട് ഒരല്പമെങ്കിലും ഹൃദയത്തിൽ ഭയമുണ്ടെങ്കിൽ, ആ റബ്ബിന്റെ വിശ്വാസിയായി ജീവിക്കാൻ ഒരു തരിമ്പെങ്ങാണം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹിന്റെ ഒരു അടിമയുടെ വായിൽ നിന്ന് ഈ വർത്തമാനം പറയില്ല. തെറ്റുപറ്റാം. അപ്പൊ നമ്മൾ പറയേണ്ട എന്താ? പടച്ചോനെ, ഈ പുറത്തരണേ. തെറ്റുകൾ ചെയ്തിട്ട് ഹറാമുകൾ ചെയ്തു കൂട്ടിയിട്ട് അഹങ്കാരപരമായി ജീവിക്കുന്നവർ, അവർ അള്ളാഹുവിന്റെ പരീക്ഷണം ചിലപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വരും. സഹോദരങ്ങളെ, തൗബ ചെയ്ത് മടങ്ങിക്കോ. ഇതിൻ്റെ ഇടയിലാണ് മരിക്കുന്നതെങ്കിൽ മുസ്ലിം അല്ലാത്ത കോലത്തിൽ ചിലപ്പോൾ മരിക്കേണ്ടി വരും. ആ വർത്തമാനം അങ്ങനെയായിരുന്നു. അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നവർ സൂക്ഷിക്കണം. ഇബ്ലീസ് മുമ്പ് ചെയ്ത പണിയും അതുതന്നെയാണ്. ഏതെങ്കിലും ഒരു മതപണ്ഡിതന്മാരോ മുത്തഅല്ലിമീങ്ങളോ നന്മയാർന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഉപദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത്. എതിർക്കുന്നത് ഇസ്ലാമിന്റെ നിയമത്തെയാണെങ്കിൽ അത് പടച്ചവനോടുള്ള